ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. നടന്നത് കോടികളുടെ ഹവാല ഇടപാടാണെന്ന് കേസിലെ മൂന്നാം പ്രതി മുകേഷ് മൊഴി നൽകി. മുംബൈയിലെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പണം ഇഡി ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥലത്തേക്ക് ഹവാലയായി എത്തിച്ചത് മുകേഷാണെന്നും കണ്ടെത്തി. നേരത്തെ ഇഡി കൈക്കൂലി കേസിൽ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദിന്റെ അറിവോടെയാണ് എല്ലാം നടക്കുന്നതെന്ന് പരാതിക്കാരനും കശുവണ്ടി വ്യവസായിയുമായ അനീഷ് ബാബു വെളിപ്പെടുത്തിയിരുന്നു. ഇഡിയുടെ ഉദ്യോഗസ്ഥർ ആരും എന്നെ ഡയറക്റ്റ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ എന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ത്രെട്ടൻ ചെയ്തതാണ്. ആരും ഇങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ട് എന്നെ ചെയ്തിട്ടില്ല. ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടിലോട്ടാണ് പോയത്. അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല. അതൊന്നും അറിയില്ല. അത് പിന്നെ അവസാനത്തെ ടോക്കിൽ പറഞ്ഞത് അവസാനം സംസാരിച്ചത് ഗൾഫ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അവിടെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതൊന്നും അറിയില്ല. ഇപ്പൊ ഈ ഇഡി കേസിന്റെ അവസ്ഥ എന്താണ്? ഇഡി ഉണ്ടോ? അല്ല, ഇപ്പോഴും സമൻസ് എനിക്ക് വന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അതെ. പിന്നെ അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കാര്യം ഇങ്ങനെ ഒരു കാര്യമായിട്ട് നമ്മളത് കോഷ് ചെയ്യാനായിട്ട് പെറ്റീഷൻ ഇടാനായിട്ട് ഹൈക്കോടതിയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇത് വരുന്നത്. രാധാകൃഷ്ണനാണെന്ന് ഞാൻ ഈ രൂപം സാദൃശ്യമൊക്കെ വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പൊ ഇവർക്കും ഒരു സംശയം വന്ന് ഇവിടുത്തെ സാറുമാർക്കും ഒരു സംശയം വന്ന് ഇന്ന ആളാണോ എന്ന് ചോദിച്ചതാണ്. അതെ ആണോ എന്ന് ചോദിച്ചത്. അപ്പൊ എനിക്കും ആ ഒരു പേരിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇഡിയിൽ നടന്നത് ഹവാല ഡീലാണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തട്ടിപ്പ് പണം കടത്തിയത് ഹവാലയായി പണം കടത്തിയിരുന്നത് കേസിലെ മൂന്നാം പ്രതിയായ മുകേഷാണ് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുംബൈയിലെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഈ പണം ഇഡി ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥലത്തേക്ക് ഹവാലയായി എത്തിച്ചിരുന്നത് ഈ മുകേഷാണ് എന്നും പറയുന്നു. മുകേഷ് സംസ്ഥാനാന്തര ഹവാല സംഘത്തിലെ കണ്ണിയാണ് എന്നാണ് വിവരങ്ങൾ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്തൊക്കെയാണ് ഈ ഇത്രയും വലിയ വ്യാപ്തിയുള്ള കേസാണ് എന്ന് ഈ വിവരങ്ങൾ തെളിയിക്കുന്നു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, വളരെ വ്യാപ്തിയേറുകയാണ്. ഓരോ ദിവസവും വിജിലൻസിന് ലഭിക്കുന്ന മൊഴി അനുസരിച്ചും വിവരങ്ങളനുസരിച്ചും കേസിന്റെ വ്യാപ്തിയേറുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഈ കേസിലെ പ്രതിയായിട്ടുള്ള മുകേഷ് മുരളി എന്ന് പറയുന്ന രാജസ്ഥാൻ സ്വദേശി ഹവാല ഇടപാടിന്റെ പ്രധാന കണ്ണിയാണ്. സംസ്ഥാന അന്തര ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം വർദ്ധിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മുകേഷിനെ സംബന്ധിച്ചിട്ട് ഈ ഹവാല ഇടപാടുകൾ മുകേഷാണ് മുംബൈയിലെ അക്കൗണ്ടിൽ നിന്നും പണം മാറ്റി ചിലവഴിച്ചിരുന്നതല്ല, ഈ തലസ്ഥാനത്ത് എത്തിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് വ്യക്തമാകുന്നത്. മുംബൈയിലെ ഒരു അക്കൗണ്ടിലോടാണ് വ്യാപാരിയോട് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ആ പണമാണ്, അതായത് മുംബൈയിലെ ആക്സിസ് ബാങ്കിലുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിക്കാൻ പറഞ്ഞിരുന്നത്. അതാണ് ഈ മുകേഷ് ഹവാലയായി കടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിജിലൻസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് തന്നെ നേരത്തെ കേസിൽ പ്രതിയായിട്ടുള്ള ശേഖർ കുമാർ, അതായത് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ കുമാർ കേസിൽ ഒന്നാം പ്രതിയായിട്ട് തന്നെയാണ് പോലീസ് വിജിലൻസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. അത് ഈ അനീഷ് ബാബു എന്ന് പറയുന്ന വ്യാപാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്. പക്ഷെ അനീഷ് കുമാർ തന്നെ വേറെ ഒരു വിജിലൻസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റൊരു ഇഡി ഉദ്യോഗസ്ഥന്റെ പേര് കൂടി പരാമർശിച്ചു. വിനോദ് കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടറാണ്. നേരത്തെ രാധാകൃഷ്ണൻ എന്ന അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് ഓർമ്മയില്ല, തെറ്റി പേര് പറഞ്ഞതാണ് അദ്ദേഹം സ്ഥിരീകരിക്കുകയുണ്ടായി. ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറാണ് തന്നോട് മോശമായി പെരുമാറുകയും ചോദ്യം ചെയ്യലിനെ തന്നെ വിളിക്കുകയും ചെയ്തിരുന്നത്. അദ്ദേഹം തന്നോട് പറഞ്ഞു, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് അനദർ വേ ടു സെറ്റിൽ ദിസ് കേസ് എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറയുമ്പോഴും ഈ പ്രയോഗം അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നോട് അദ്ദേഹം സംസാരിച്ചത് കൈക്കൂലി നൽകാനാണ് എന്ന് അന്നേരം മനസ്സിലായിരുന്നില്ല എന്നാണ് ഈ അനീഷ് ബാബു പറയുന്നത്. തുടർന്നാണ് അനീഷ് ബാബുവിനെ അനീഷ് ബാബുവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏജന്റ് ഇഡിയുടെ ആളാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഏജന്റ് പറഞ്ഞ ദിവസം അനീഷ് ബാബുവിന് വീണ്ടും സമൻസ് അയപ്പിക്കുന്നു.
താൻ ED-യെ കൊണ്ട് സമൻസ് അയപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഏജന്റ് തമ്മനം സ്വദേശി വിൽസൺ പോകുന്നത്. അതിനുശേഷമാണ് ഈ ED-ക്ക് നൽകിയ നമ്പർ, അതായത് ഏജന്റ് നൽകിയ നമ്പറിലേക്ക് ED ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്യുന്നു. ഈ നമ്പർ ഈ ED-ക്ക് നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ ED-യുടെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട ആ നമ്പർ അനീഷ് നൽകിയിരുന്നില്ല എന്ന് പറയുന്നു. ഇത്തരത്തിൽ നിരവധി ഇടപെടലുകളാണ് ഈ ബ്രോക്കർ വെച്ച് നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ് ബാബു തന്നെ പറയുന്നുണ്ട്, ഇതൊരു പുതിയ അറിവല്ല, അല്ലെങ്കിൽ പുതിയ ഇടപെടലല്ല എന്ന് തനിക്ക് ED ഓഫീസിൽ താൻ ചോദ്യം ചെയ്യൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളൊന്നും അതിനോട് പ്രത്യേകിച്ചൊന്നും റിയാക്ട് ചെയ്യുന്നില്ല, അവർക്ക് പ്രത്യേകിച്ച് ഭാവഭേദം ഒന്നും ഉണ്ടാകുന്നില്ല. അതിന്റെ അർത്ഥം ഇതൊരു നിരന്തര സംഭവമാണ് എന്ന് തന്നെയാണ്. എന്തായാലും അനീഷ് ബാബു അല്ലാതെ തന്നെ നിരവധി പേർ ED-ക്കെതിരെ പരാതിയുമായി വന്നിട്ടുണ്ട്. പാർലായി മറ്റൊരു കാര്യം, ശേഖർ കുമാറിന് പുറമെ കൊച്ചിയിൽ ജോലി ചെയ്തവരും ഇപ്പോൾ ചെയ്യുന്നവരും മുൻപ് ചെയ്തവരും അടക്കം ED-യുടെ റഡാറിലുണ്ട്, വിജിലൻസിന്റെ റഡാറിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ശേഖർ കുമാറിന് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ED-യുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലുമുള്ള നടപടികൾ, അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? അശ്വതി, ഒരു പക്ഷേ വേണമെങ്കിൽ ഇപ്പോൾ വിജിലൻസിന് ഈ ED ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് വിജിലൻസ് വെച്ച് താമസിപ്പിക്കുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ ശേഖർ കുമാറിനെതിരെ കേസ് ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതേസമയം അതിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ള അന്വേഷണത്തിലാണ് നിലവിൽ വിജിലൻസ് ഉള്ളത്. അതായത് ഇയാളുമായി നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ട്, ഇയാളുടെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ഇത്തരത്തിലുള്ള കൃത്യമായ എവിഡൻസോടുകൂടി ഈ കേസ് പോകുമ്പോൾ കോടതിയിലെത്തിയാൽ ഒരു പക്ഷേ ഇതിന് ഈ ഉദ്യോഗസ്ഥർക്ക് അതിന് ന്യായമൊന്നും നിരത്താൻ കഴിയാത്ത തരത്തിൽ പഴുതുകൾ അടച്ച് ഈ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ശേഖറിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. വിജിലൻസിന് മുന്നുള്ള പരിമിതി എന്ന് പറയുന്നത് ശേഖറിനെതിരെ മറ്റു തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതായത് ഈ അനീഷ് ബാബുവിന്റെ മൊഴിയല്ലാതെ മറ്റു തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ശേഖർ കുമാറിലേക്ക് എത്താനുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ രണ്ടാമത് പരാമർശിക്കപ്പെട്ട വിനോദ് എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർക്കെതിരെയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ED ആഭ്യന്തര അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് 1 കോടി രൂപയ്ക്ക് 10% വീതമാണ് ഈ ബ്രോക്കർമാരുടെ കമ്മീഷൻ എന്നാണ്, ഈ ഏജന്റുമാരുടെ കമ്മീഷൻ എന്നാണ്. അതിൽ ഈ രഞ്ജിത്ത് വാര്യർ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനും അതുപോലെ തമ്മനം സ്വദേശി വിൽസനും രാജസ്ഥാൻ സ്വദേശിയായ മുകേഷ് മുരളിക്കും ഒക്കെ 10% വീതം, അതായത് 10 ലക്ഷം രൂപ, 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപ എന്നുള്ള നിരക്കിൽ തന്നെയാണ് പണം കിട്ടിയിട്ടുള്ളത്. ഈ കടത്തുന്ന പണം, അതായത് കൈക്കൂലിയായി വാങ്ങുന്ന പണം ഈ മുകേഷ് ഹവാല ഇടപാടിലൂടെ ഹവാല പണമായിട്ടാണ് അത് വിനിയോഗിക്കുന്നത്, അത് കടത്തുന്നത് അങ്ങനെയാണ് എന്നുള്ള വിവരമാണ് വിജിലൻസിന് ലഭിക്കുന്നത്. 5 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. വിജിലൻസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ ശേഷം മൂവാറ്റുപുഴ കോടതിയാണ് 5 ദിവസത്തെ കസ്റ്റഡി വിജിലൻസിന് നൽകിയിട്ടുള്ളത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ നിരവധി ED ഉദ്യോഗസ്ഥർ ആണ് വിജിലൻസിന്റെ റഡാറിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. നിരവധി കേസുകൾ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരവധി ED കേസുകൾ കേൾക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അത് ഏതൊക്കെ തരത്തിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരുപക്ഷെ ഇനി വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ 10-ലധികം പരാതികൾ ED-ക്കെതിരെ, അതായത് ED ഉദ്യോഗസ്ഥർക്കെതിരെ 10-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പാർലായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 3 ആളുകൾ അതിൽ കൃത്യമായ രേഖകൾ നൽകിയിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും വിജിലൻസ് SP അന്വേഷണം മുന്നോട്ട് വളരെ സുഗമമായി നടക്കുന്നുണ്ട്. ഈ ശേഖർ കുമാറിനെതിരെയുള്ള തെളിവുകൾ കിട്ടിയാലുടൻ, കൃത്യമായ എവിഡൻസ് കിട്ടിയാലുടൻ അയാളെ അറസ്റ്റ് ചെയ്യും എന്നുള്ള നീക്കത്തിലുമാണ് വിജിലൻസ് ഇപ്പോൾ ഉള്ളത്. ആജ്ഞ രവീന്ദ്രൻ, കൊച്ചിയിൽ നിന്ന്.